ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പ് വടയും നിയമക്കുരുക്കിൽ. പ്രസാധനത്തിൽ നിന്നും DC ബുക്സ് പിന്മാറിയേക്കും. ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിനെതിരെ EP ജയരാജൻ നടപടി കടുപ്പിച്ച സാഹചര്യത്തിലാണ് ഇത്. DC ബുക്സ് മാപ്പ് പറയണമെന്നാണ് EP-യുടെ ആവശ്യം. അഡ്വക്കേറ്റ് K. വിശ്വൻ മുഖേന DC ബുക്സ് CEO-യ്ക്കാണ് നോട്ടീസ് അയച്ചത്. നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായതും ഇതേ വിശ്വൻ വക്കീലായിരുന്നു. വിശ്വൻ വക്കീലിന്റെ വാദങ്ങളാണ് PP ദിവ്യയ്ക്ക് ജാമ്യം ഉറപ്പാക്കിയത്. ജയരാജനു വേണ്ടി അയച്ച വക്കീൽ നോട്ടീസിൽ ഗുരുതര പരാമർശങ്ങളാണ് ഉള്ളത്. ഉപതിരഞ്ഞെടുപ്പ് ദിവസം ആത്മകഥയുടെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് പുറത്തുവിട്ടത് DC ബുക്സ് ആണ്. തന്റെ കക്ഷിയുടെ ആത്മകഥ പൂർത്തിയായിട്ടില്ല. ദുഷ്ടലാക്കോടുകൂടി ഉപതിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രചരിപ്പിച്ചത് സാമൂഹ്യ മാധ്യമത്തിൽ തന്റെ കക്ഷിയെ തേജോവധം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഉപതിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രചാരണ ആയുധം നൽകുന്നതിനു വേണ്ടിയാണ് ഇത്. അതിനാൽ വക്കീൽ നോട്ടീസ് കിട്ടിയാൽ ഉടനടി DC ബുക്സ് പുറത്തുവിട്ട എല്ലാ പോസ്റ്റുകളും ആത്മകഥ എന്നുള്ള ഭാഗങ്ങളും പിൻവലിച്ച് മാപ്പ് പറയണം. അല്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കും എന്നാണ് നോട്ടീസിൽ പറയുന്നത്. എന്നാൽ DC ബുക്സ് ഇതുവരെ വിവാദത്തിൽ കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. EP വക്കീൽ നോട്ടീസ് അയച്ച സാഹചര്യത്തിൽ ഇനി DC ബുക്സിന്റെ വിശദീകരണം പുറത്തു വന്നേക്കും. കേരളത്തിലെ ഏറ്റവും പ്രൊഫഷണലായ പുസ്തക പ്രസാധകരാണ് വിവാദത്തിൽ കുടുങ്ങിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. സംഭവത്തിൽ EP ജയരാജൻ നേരത്തെ DGPക്ക് പരാതി നൽകിയിരുന്നു. തനിക്കെതിരെ ഗൂഢാലോചന നടത്തി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചെന്നാണ് ഇമെയിൽ വഴി നൽകിയ പരാതിയിൽ പറയുന്നത്. നിയമോപദേശം തേടിയ ശേഷം കേസെടുക്കുന്നതിൽ പോലീസ് തീരുമാനമെടുക്കും. ഏതായാലും DCക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് EP-യുടെ പുസ്തകം. EP ജയരാജൻ എഴുതിയതെന്ന് DC ബുക്സ് അവകാശപ്പെട്ട കട്ടൻ ചായയും പരിപ്പ് വടയും എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് നീട്ടിവെച്ചതായി പ്രസാധകർ അറിയിച്ചിരുന്നു. ബുധനാഴ്ചയാണ് EP-യുടെ ആത്മകഥാ വിവാദം പുറത്തുവന്നത്. പാർട്ടി തന്നെ കേൾക്കാൻ തയ്യാറായില്ലെന്നും രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നും ആത്മകഥയിൽ പറയുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരിനെതിരെയും വിമർശനമുള്ളതായി ആരോപണങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളി EP രംഗത്തെത്തുകയായിരുന്നു. ഇതോടെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ഈ സംഭവങ്ങൾക്ക് കാരണമെന്ന വിശദീകരണം നൽകി പ്രസാധന തീയതി DC ബുക്സ് മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഇതോടെ വിവാദം അവസാനിപ്പിക്കാൻ EP തയ്യാറല്ല. പോലീസിൽ പരാതിയും വക്കീൽ നോട്ടീസുമായി വിവാദം പുതിയ തലങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. ആത്മകഥയുടെ മറവിൽ വ്യാജരേഖകൾ തയ്യാറാക്കിയെന്നും തെറ്റായ പ്രചാരണം നടത്തിയെന്നും DGPക്ക് നൽകിയ പരാതിയിൽ ജയരാജൻ പറയുന്നുണ്ട്. തന്റെ ആത്മകഥ ഇതുവരെ പൂർത്തീകരിക്കുകയോ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് ദിവസം വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്നും EP DGPക്ക് അയച്ച പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട്. വിവാദത്തിൽ CPM-ഉം EP-ക്കൊപ്പമാണ്. ആത്മകഥാ വിവാദത്തിൽ EP ജയരാജൻ പറയുന്നതാണ് പാർട്ടി മുഖവിലക്കെടുക്കുന്നതെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. പുസ്തകം എഴുതിയിട്ടില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ജയരാജൻ പറഞ്ഞിട്ടുമുണ്ട്. വിവാദം അദ്ദേഹത്തിന്റെ അറിവോടെ അല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ജയരാജൻ പറഞ്ഞത് വിശ്വസിക്കുക മാത്രമാണ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. പുസ്തക പ്രസിദ്ധീകരണ കമ്പനിക്ക് കരാർ കൊടുത്തിട്ടില്ലെന്ന് ജയരാജൻ വ്യക്തമാക്കിയ സ്ഥിതിക്ക് പിന്നീട് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണെന്നും പുസ്തകം എഴുതാൻ പാർട്ടിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്നും തിരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഈ സംഭവത്തോടെ ഇലക്ഷൻ രംഗത്ത് നിന്നും വിട്ടുനിന്നിരുന്ന EP ജയരാജൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇത് പാലക്കാട്ടെ CPM-ന് നൽകിയിരിക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വയനാട്ടിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനവും ചേലക്കരയിലെ ഉയർന്ന പോളിംഗും പാലക്കാട് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് LDF.